ഹലോ മോളു ലിറ്റിൽ സ്മൈലേ ഓക്കെ മോളുണ്ട് ശരി ഓക്കെ എന്താ ചന്ദ്രേട്ടാ എന്റെ സാരങ്ങ ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് നിനക്കൊട്ടും ക്യാമറ പീസില്ല പിന്നെ ഞാൻ എങ്ങനെ ആൽബം സെറ്റ് ചെയ്യും അല്ല ഈ പൂക്കളൊക്കെ വെച്ചിട്ട് കളർഫുൾ ആയിക്കൂടെ ഇതെന്താ ഓണക്കളറാ ശരി ശരി എന്തെങ്കിലും ക്യാമറ ട്രിക്ക് കാണിക്കാം എന്താ ചാരങ്ങ ഇത് ഒരുമാതിരി പഴങ്കഞ്ഞി പിടിച്ച പോലെ നിങ്ങൾ പറഞ്ഞേ ഞാൻ കാണിച്ചുതരാം എന്നാ ശ്രദ്ധിക്കേട്ടാ ക്യാമറയൊക്കെ നോക്കുമ്പോ മോള് ഹേമമാലിനെ പോലെ ഉണ്ട് ഇയാളൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും സാറങ്ങ എന്നെ ശ്രദ്ധിക്കൂ അതെ സംവിധാനമൊക്കെ മതി മാറി ചന്ദ്രേട്ടാ ചാരങ്ങ തന്റെ മുഖത്ത് ലൈറ്റില്ല ഞാൻ ബാക്കിലേക്ക് നിൽക്ക് ഇതേതാണ്ട് ഗ്രഹണിപ്പിള്ളേര് ചക്കക്കൂട്ടം കണ്ട പോലെ കുറച്ചുകൂടി ബാക്കിലോട്ട് പോ ബാക്ക് കുറച്ചുകൂടി ഇറങ്ങിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി ഇപ്പൊ ഓക്കെ പിടിക്ക് ബോധം പോയി ആരെങ്കിലും ജീപ്പം തിരിച്ചാ പറ ഈ മാനെ പൊക്കാൻ കൊണ്ടോ കല്യാണ ചക്കൻ കണ്ടത്തി വീണു ഈ മാനം പൊക്കമൊന്ന് പെട്ടോട്ടെ മരലേ മാറേ ഇപ്പഴാ ശരിക്കും മണവാളിനായിരുന്നു നല്ല മണം എടാ ദാസാ മാലയും പൊക്കിയായിട്ട് നിന്റെ ആങ്ങളെ കയറി പോന്നു ഏത് നേരത്താടി മരമാക്കറി ജനിച്ചത് ഇതൊന്നും എനിക്ക് പുത്രിയല്ല ഞാനിതത്ര കണ്ടേക്കണ് ഒരാളിവിടെ മരിക്കാൻ കിടക്കുമ്പോ ഇവിടുന്ന് ഒരു കല്യാണച്ചക്കനെ പെണ്ണിനെ തപ്പിക്കൊണ്ടത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കത്തിരിക്കും നാണാവില്ലടോ ഞാനതിന് അവരെ തുണില്ലാത്ത ഫോട്ടോ ഒന്നല്ല എടുത്ത് ഇതെങ്ങനെ ഓഫീസിൽ അറിഞ്ഞാണ്ടല്ലോ അറിഞ്ഞാലൊരു പുണ്ണാക്കം ചെയ്യാൻ പോണില്ല അതെ MD-യുടെയും മാനേജിംഗ് എഡിറ്ററിനും വീട്ടിലെ കല്യാണവും ചാവടിയന്തരം മുതൽ പേച്ചുകുലി വരെ ഞാനാ പടമെടുക്കുന്നത് എനിക്ക് അതിന്റേതായ അടുപ്പവും അവരോടൊന്ന് കൂട്ടിക്കോ വെറുതെ ഫോട്ടോഗ്രാഫേഴ്സിനോട് കളിക്കാൻ വരല്ലേ മോനെ റിപ്പോർട്ടർ പത്രക്കുഞ്ഞുങ്ങളെ നമുക്ക് ഇന്നത്തെ സായാഹ്നം മധ്യാഹ്നമാക്കണ്ടേ പിന്നെ കിട്ടിയതിലൊരു പങ്കുണ്ട് കടവിനിക്ക് 10 ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ അത് നന്നായി ചേട്ടനതിന്റെ ഗുണമുണ്ടാവുമല്ലോ കേരളത്തിനകത്തുനിന്ന് പുറത്തുനിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടത്രേ പാല് ഇനിയും വേണ്ടി വരും പിന്നെ ടൗണിൽ നിന്ന് വരുമ്പോ കുറച്ച് കട്ട്ലറ്റും പപ്സും ഇനിയും മേടിച്ചോ ആയിക്കോട്ടെ എടുത്തോണ്ട് പോ 10 പൈസ വരുമാനമില്ലാണ്ട് ഒരു പണിയും ചെയ്യാതെ സ്വസ്ഥമായി ബോറടിച്ച് സന്തോഷമായിട്ട് നടന്നിരുന്നതാ ഇപ്പൊ ഇവിടെ ഒരു സാഹിത്യകാരൻ മരിക്കാൻ കിടന്നപ്പോ ആളായി ബഹളായി ചായയായി മന്ത്രിയായി പാലായി മനുഷ്യന് പണിയായി പണ്ട് ഒരു പാട്ട വെള്ളം കൊടുത്താല് ഒരാഴ്ച ജ്യൂസ് ചെയ്ത് പിന്നെ അളിയനും പെങ്ങളും കുളിച്ചാലും ബാക്കിയാ ഇപ്പൊ ഒരു ദിവസം എത്ര പാട്ട വെള്ളം എന്റെ തോളെ കൂടി കയറി ഇറങ്ങണത് ഇയാളെ എന്ന് ചത്ത് തെക്കോട്ടെടുക്കണം അന്നല്ലാതെ എനിക്ക് സമാധാനമായിട്ട് തെക്കോടക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നണില്ല ദൈവമേ എന്നാണ് ഇയാളുടെ വീസൊന്നും നടങ്ങട്ടവന് അമ്പലത്തിൽ ദിവസവും മൃത്യുഞ്ജയ ഹോമം നടത്തി ഒരു വിധത്തിൽ ആ ജീവൻ ഞാൻ നിലനിർത്തിക്കൊണ്ട് പോവുക ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിപ്പൊക്കിക്കോട്ടടാ ഒന്നുമില്ലേലും നിന്റെ പെങ്ങളെ 10 പൈസ പോലും ശ്രീധരം വാങ്ങിക്കാതെ കെട്ടിയവനല്ലടാ ഞാൻ ഒരു നന്ദിയെങ്കിലും കാണിക്കടാ ഈ പാലാരി വറ്റിപ്പോകാതിരിക്കാൻ മാസത്തിൽ 27 നക്ഷത്രത്തിലും പുഷ്പാഞ്ജലി നടത്തുന്നവനാണ് ഞാൻ അറിയോ അതുകൊണ്ടാണ് ഹോട്ടലിന് സ്റ്റാർ എന്ന് പേരിട്ടത് അല്ലടാ നീ എന്നെ നക്ഷത്രം ഉണ്ടിക്കുന്നുണ്ടാ ഞാൻ ആ പേരിട്ടത് ഇടിവെട്ടി കിടക്കുന്നവൻ രണ്ടാക്കി പോപ്പിനെ കുത്തിക്കച്ചത് പരമദുഷ്ടൻ